കൊല്ലത്ത് അമ്മയോട് മകളുടെ ക്രൂരത. മുറിവിൽ പുഴുവരിച്ച അമ്മയെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച ശേഷം മകൾ കടന്നുകളഞ്ഞു. നട്ടെല്ലിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ അമ്മ കലയ്ക്ക് മകൾ ഭക്ഷണം പോലും നൽകിയിരുന്നില്ലെന്ന് പരാതി. ഗുരുതരാവസ്ഥയിലായിരുന്ന കലയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കഴിഞ്ഞ ശനിയാഴ്ച എന്നെ കൊണ്ടുവന്നതാണ്. ഇന്ന് വരെയും അവളെനിക്ക് ഒരു ഭക്ഷണവും തന്നിട്ടില്ല. അവളെ വീട്ടുടമസ്ഥരാണ് എനിക്ക് കട്ടൻ ചായയും കഞ്ഞിയും ചായയും ഒക്കെ അവരെനിക്ക് തരും. എനിക്ക് ഇന്ന് എത്രയും ദിവസം ഞാൻ കിടന്ന് കെഞ്ചിയിട്ട് പോലും എനിക്കൊരു ഇത് വാങ്ങിച്ചു തന്നിട്ടില്ല. ഷമീർ അബ്ദുൾ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന്. ഷമീർ, കണ്ണില്ലാത്ത ഒരു ക്രൂരതയാണ് സ്വന്തം അമ്മയോട് ഇങ്ങനെ കാണിക്കുന്നത്. എന്താണ് ഇത് സംബന്ധിച്ച് കൂടുതൽ അറിയാൻ കഴിയുന്നത്? കല ഒരു മാസം മുമ്പാണ് ഇത്തരത്തിൽ ചികിത്സയ്ക്കായി മൈസൂരിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയത്. ഇവരൊരു സ്വകാര്യ ഹോട്ടലിലെ ഷെഫായിരുന്നു. ഇവർക്ക് നട്ടലിൻ്റെ സ്പൈനൽ കോഡിൽ ഒരു 2 മുഴകൾ കണ്ടെത്തി. ഇത് നീക്കം ചെയ്യാനായിട്ടായിരുന്നു മകളുടെ വീട്ടിലേക്ക് എത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ശസ്ത്രക്രിയ കഴിയുകയും ചെയ്തു. ഇതിനുശേഷം മകൾ ഭക്ഷണം ഒരാഴ്ചയായി കലയ്ക്ക് ഭക്ഷണം നൽകിയിരുന്നില്ല. അവരുടെ സൗണ്ട് ബൈറ്റിൽ പറയുന്നത് പോലെ തന്നെ ആ വീട്ടിൻ്റെ മുകൾ വീട്ടിൽ താമസിക്കുന്നവരാണ് ഇത്തരത്തിൽ ഭക്ഷണവും അതുപോലെ തന്നെ വെള്ളവും ഒക്കെ നൽകിയിരുന്നത്. പക്ഷേ കാര്യമായ രീതിയിൽ അവർക്ക് ആഹാര സാധനങ്ങൾ ലഭിച്ചിരുന്നില്ല. ഇതിനുശേഷം കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി ജില്ലാ ആശുപത്രിയിലേക്ക് ഇവരെ എത്തിക്കുകയും തൊട്ടടുത്തുള്ള വീട്ടിലെ പെൺകുട്ടിയാണെന്ന് പറയുകയും ചെയ്തു. അമ്മയോട് പറഞ്ഞിരുന്നു ഞാൻ മകളാണെന്ന് ആശുപത്രി അധികൃതരോട് പറയരുത് എന്ന് പറഞ്ഞു. ഇതിനുശേഷം ജില്ലാ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലാക്കിയ ശേഷം മകൾ അവിടെ നിന്ന് മുങ്ങുകയായിരുന്നു. അവിടെ ഡോക്ടർമാർ പരിശോധിച്ചാൽ അവരുടെ മുറിവിൽ പുഴുവരിച്ച നിലയിലും ദുർഗന്ധം വമിക്കുന്ന നിലയിലുമായിരുന്നു. അതായത് മുറിവുകളിൽ തേൽക്കേണ്ട മരുന്നുകൾ പോലും അവിടെ ഉപയോഗിച്ചിട്ടില്ല. അത്തരത്തിൽ പുഴുവരിച്ച നിലയിൽ അത്യന്തം ദുർഗന്ധമായ നിലയിലായിരുന്നു ആ സ്ത്രീ ഉണ്ടായിരുന്നത്. തുടർന്ന് പൊതുപ്രവർത്തകനായ ഒരു ഗണേശനെ, ജീവകാരുണ്യ പ്രവർത്തകനായ ഗണേശനെ അവിടെ വിളിച്ചു വരുത്തുകയും തുടർന്ന് അവർക്ക് ഭക്ഷണം വാങ്ങി നൽകുകയും ചെയ്തു. ഇതിനുശേഷം ഇവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും സംഭവത്തെക്കുറിച്ച് പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മകളുടെ പേര് അവർ പറയുന്നതനുസരിച്ച് തൃഷ എന്നാണ് മകളുടെ പേര് അവർ പറയുന്നത്. എവിടെയാണ് താമസിക്കുന്നതിനെ കുറിച്ചുള്ള ഓർമ്മ അവർക്ക് ലഭിക്കുന്നില്ല. എന്തായാലും കണ്ണില്ലാത്തൊരു ക്രൂരതയാണ്. സ്വന്തം അമ്മയെ ആ രീതിയിൽ കൊണ്ടുവന്ന് ജില്ലാ ആശുപത്രിയിൽ ഉപേക്ഷിച്ചവരുള്ള കാര്യങ്ങൾ അവർക്ക് ഓർമ്മയുണ്ട്. പക്ഷേ മകളെ കുറിച്ചൊരു അന്വേഷണം ഇപ്പോൾ ആശുപത്രി അധികൃതരും അതുപോലെ പൊതുപ്രവർത്തകരും അന്വേഷിക്കുകയാണ്. ഈ അമ്മ ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. അവരുടെ സ്പൈനൽ കോഡിലടക്കം അണുബാധ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ പുഴുവരിച്ച നിലയിലായിരുന്നു ഈ മുറിവും ശരീരമാസകലം ഉണ്ടായിരുന്നത്. എന്തായാലും അവരെ വിദഗ്ധ പരിശോധനകൾക്കായിട്ടാണ് ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. രുചീഷ്. ശരി ഷമീർ.